മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വലിയ വീരവാദം അടിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. എന്നാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആ വീരവാദം അടിച്ചതൊക്കെ ആറ്റിലെറിഞ്ഞുകൊണ്ട് മുട്ടുമടക്കി രംഗത്തെത്തിയിട്ടുണ്ട്. മുട്ടുമടക്കിയതല്ല, യുവമോർച്ച വി ശിവൻകുട്ടി അങ്ങ് മുട്ടുമടക്കിപ്പിച്ചതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കലോത്സവത്തിലെ വേദികൾക്കൊക്കെ തന്നെ പേര് കൊടുത്തിട്ടുള്ളത് പൂക്കളുടെ പേരാണ്. എന്നാൽ ഈ പൂക്കളുടെ പേര് കൊടുത്തതിൽ ഒരൊറ്റ വേദിക്ക് പോലും താമരയുടെ പേര് കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ ദേശീയ പുഷ്പമായിട്ടുള്ള താമരയുടെ പേര് ഒരൊറ്റ വേദിക്ക് പോലും കൊടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് യുവമോർച്ച വലിയ പ്രതിഷേധമായിട്ട് രംഗത്തെത്തി. താമര പൂക്കൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തി. ഇതൊക്കെയായി ബന്ധപ്പെട്ട് വി ശിവൻകുട്ടി ഒരു വീരവാദം അടിച്ചിരുന്നു. നിങ്ങൾ അതൊന്ന് കേട്ടോക്കൂ. അതിലൊരു വസ്തുതയല്ല. എന്താണ് ഞാൻ എൻ്റെ പിന്നെ ഇന്നിപ്പോൾ പത്രങ്ങൾ വന്നാണ് ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത്. എന്താണ് പരിശോധിക്കുന്നത്? അങ്ങനെയൊന്നും ഒരു പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇവിടെ തൃശ്ശൂർ വെച്ച് നടന്ന കലോത്സവത്തിലും താമര, അന്നും പുഷ്പങ്ങളുടെ പേരായിരുന്നല്ലോ എല്ലായിടത്തും ഇട്ടിരുന്നത്. അന്നും താമര ചിഹ്നം താമര ഇല്ലായിരുന്നു. താമര ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. വിവാദം ഒഴിവാക്കാൻ വേണ്ടി ഇട്ടത് മാത്രമേ. അല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്നൊരു സ്ഥാനമല്ലാതെ അദ്ദേഹത്തിനൊക്കെ വേറെ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് നമ്മുടെ കേരളത്തിന്റെ മാനൊന്ന് രക്ഷിച്ചൂടായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ, താമര ഒരു ദേശീയ പാർട്ടിയുടെ ചിഹ്നമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാത്ത. എത്ര വിവരക്കേടാണ് ഈ വിളിച്ചു പറയുന്നത്. നമ്മുടെ ദേശീയ പുഷ്പമാണ് ഈ താമര എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തുമ്പോൾ ഒരൊറ്റ വേദി, അത് പൂക്കളുടെ പേരാണെന്ന്. ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ വേദികളുടെ പേര് കൊടുക്കുന്നതിൽ നമ്മുടെ ദേശീയ പുഷ്പത്തിന്റെ പേര് കൊടുത്തിട്ടില്ല എങ്കിൽ യഥാർത്ഥത്തിൽ രാജ്യത്തെ തന്നെ അതിനെതിരായിട്ടുള്ള ഒരു സംഭവമല്ലേ. അതായത് ദേശീയ പുഷ്പത്തിന്റെ പേര് കൊടുക്കുക, അതെങ്ങനെ ഒരു സംസ്ഥാന പൂക്കളുടെ പേര് കൊടുക്കുമ്പോൾ ദേശീയ പുഷ്പത്തിന്റെ പേര് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതത്ര നെറികേടാണ് യഥാർത്ഥത്തിൽ. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് മറ്റൊരു യുവജന സംഘടന പോലും നമ്മുടെ ദേശീയ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വരാതിരുന്നത്. യൂത്ത് കോൺഗ്രസ് ഒക്കെ എവിടെ പോയി? മറ്റ് യുവജന സംഘടനകളൊക്കെ എവിടെ പോയി? നമ്മുടെ ദേശീയ പുഷ്പത്തിന്റെ പേര് സംസ്ഥാന കലോത്സവ വേദികളിൽ ഒരു സ്ഥലത്ത് പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേശീയത ഉയർത്തിപ്പിടിച്ച് മറ്റൊരു യുവജന സംഘടന പോലും രംഗത്തിറങ്ങാത്തത് എന്തുകൊണ്ടാ? ദേശീയത ഉയർത്തിപ്പിടിക്കുന്നത് ഇപ്പോ ഈ പറയുന്ന യുവമോർച്ചയും BJP ഒക്കെ മാത്രം. എന്റെ ലളിതമായിട്ടുള്ള ചോദ്യം, ഇതൊക്കെ സാധാരണക്കാരുടെ ചോദ്യം നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ വലിയ പ്രതിഷേധം. എന്തിനാണ് പ്രതിഷേധം നടത്തിയത് എന്ന് വ്യക്തമായിട്ട് യുവമോർച്ചയുടെ ഈ വിഷയമൊക്കെ ഉണ്ടായപ്പോഴേക്ക് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ രംഗത്തെത്തി, താമര അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് യുവമോർച്ച എന്തിനാണ് ഈ മാർച്ചൊക്കെ നടത്തിയത് എന്ന് ഒരു യുവമോർച്ചയുടെ നേതാവ് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു. ഈ കലോത്സവത്തിന് ദേശീയ പുഷ്പമായിട്ടുള്ള താമര എന്ന പുഷ്പം കേവലം ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ ആ പുഷ്പത്തെ കലോത്സവ വേദികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഈ സർക്കാരിന്റെ വൃത്തികെട്ട രാഷ്ട്രീയത്തിനെതിരെയാണ് ഞങ്ങളുടെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ എത്രയോ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. താമരപ്പൂവുമായി മന്ത്രിക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു? ഞങ്ങൾ അതിന് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ഇനിയിപ്പോ എത്ര വൈകിയാലും ഞങ്ങൾ അത് ചെയ്തിട്ട് തന്നെ ഞങ്ങളോടൊന്ന് പോവുള്ളൂ. ഇത് മനഃപൂർവ്വം ഒഴിവാക്കി എന്നുള്ളതാണോ? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വിവാദങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ താമര എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ചിഹ്നമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ കൈപ്പത്തി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമാണ്. ആ കൈപ്പത്തി ഒഴിവാക്കാനായിട്ട് ഈ മന്ത്രി പറയൂ? ഞങ്ങൾക്കതാണ് ചോദിക്കാനുള്ളത്. താമര എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം മാത്രമല്ല, അത് ദേശീയ പുഷ്പമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനത് ഒഴിവാക്കണം? ഇതൊരു വൃത്തിയായിട്ട രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഞങ്ങളിവിടെ നടപ്പാക്കില്ല. വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ്. ഇനിയും ബോധം വെക്കാത്ത ആളുകളുണ്ട്. ഇതൊക്കെ കേട്ടിട്ടൊന്ന് മനസ്സിലാക്കാം. കമ്മികളെ അല്ലെ കൊങ്ങികളെ ഒന്നും ബോധമൊപ്പിക്കാനല്ല കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത്. ബോധമുള്ള നമ്മുടെ കേരളത്തിലെ നിഷ്പക്ഷ സമൂഹത്തിന് വേണ്ടി മാത്രം. എന്തുകൊണ്ടാണ് താമര ഒരു വേദിക്ക് പോലും പേരിടാതെ മുന്നോട്ട് പോകുന്നത്? താമര നമ്മുടെ ദേശീയ പുഷ്പമാണ്. നമ്മുടെ സ്കൂൾ കലോത്സവം നടക്കുന്ന സമയത്ത് ഒരു പൂക്കളുടെ പേര് വേദികൾക്ക് കൊടുക്കുമ്പോൾ ദേശീയ പുഷ്പത്തിന്റെ പേര് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ നെറികേടാ. ദേശീയത ഉയർത്തിപ്പിടിച്ചാണ് യുവമോർച്ച ആവശ്യമായിട്ട് രംഗത്തെത്തിയത്.
ഇതുമായി ബന്ധപ്പെട്ട് നേരം വെളുത്ത സമയത്ത് വി ശിവൻകുട്ടിക്ക് ബോധം വെച്ച് പറഞ്ഞു കേൾക്കോ. പേജ് നമ്പർ 15 എന്നുള്ള മാറ്റി താമരയാണ്. നിങ്ങൾ കേട്ടില്ലേ? സ്റ്റേജ് നമ്പർ 15 ഡാലിയ എന്ന പേര് മാറ്റി താമര എന്ന് ആക്കിയിരിക്കുന്നു. എന്തിനാണ് ഇമാതിരി വിവാദങ്ങൾക്കൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നത്? കാരണം മറ്റൊന്നല്ല, ലേശം ഒരു വിവരക്കേട് കൊണ്ടാ, പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ടാ. ഒരു പൂക്കളുടെ പേര് കൊടുക്കുമ്പോൾ ദേശീയ പുഷ്പത്തിന്റെ പേര് കൊടുക്കാതെ പോകുന്നത് ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് വലിയ നെറികേടാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പോലും ഒപ്പമുള്ള ആളുകൾക്കൊന്നും യാതൊരു ബോധവുമില്ലേ. ഇതിപ്പോ BJP രംഗത്തെത്തി, യുവമോർച്ച രംഗത്തെത്തി ദേശീയത ഉയർത്തിപ്പിടിച്ചു എന്ന കൃത്യമായ സന്ദേശം കേരളത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതിപ്പോ കുറച്ചായിട്ട് ഇടതുപക്ഷം മത്സരിച്ച് BJPക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണോ? നമ്മൾ കണ്ടല്ലേ തിരുവനന്തപുരത്ത് VK പ്രശാന്ത് അനാവശ്യമായിട്ട് ശ്രീലേഖയ്ക്ക് മുമ്പ് പോയി വെല്ലുവിളിയും അങ്ങേയറ്റത്തെ വീരവാദമൊക്കെ അടിച്ച് രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും ഞങ്ങൾ നേരിടും, ഞാൻ ഈ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ ഭാഗത്ത് നിന്ന് കെട്ടിട ഓഫീസിൽ നിന്ന് മാറില്ല, വലിയ പോരാട്ടത്തിനിറങ്ങുക എന്നൊക്കെ പറഞ്ഞ് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് വീണ്ടും വന്നിട്ട് ഇല്ല ഞങ്ങളൊരു പ്രശ്നത്തിലുള്ള ഞാൻ അങ്ങ് മാറാൻ. കാരണം എന്താ? നിയമപരമായിട്ട് അതൊരു നെറുകേടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കൗൺസിലർക്ക് ഇരിക്കാൻ പോലും കോർപ്പറേഷനിൽ സ്ഥലമില്ലെങ്കിൽ അതൊരു നെറുകേടായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ബാത്റൂമിലാണ് കൗൺസിലറെ ഇത്രയും കാലം ഇരുത്തിയിരുന്നത് എന്ന് VK പ്രശാന്ത് മുന്നോട്ട് വെച്ച് അതിനുശേഷം എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊതുസമൂഹം വ്യക്തമായിട്ട് മനസ്സിലാക്കിയ തിരുവനന്തപുരം വിഷയത്തിലും ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് എന്ന്. ഇപ്പൊ ദേശീയ ഈ പുഷ്പവുമായി ബന്ധപ്പെട്ടു എന്താണ് സംഭവിക്കുന്നത്? അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ പൂക്കളുടെ പേര് കൊടുക്കുകയാണെങ്കിൽ ദേശീയ പുഷ്പത്തിന്റെ പേര് കൊടുക്കണം. ഇത് ന്യായമായിട്ടും ഉയർത്തേണ്ടതാണ്. മറ്റു യുവജന സംഘടനകള്, മറ്റു വിദ്യാർത്ഥി സംഘടനകളൊക്കെ എന്തു ഉണ്ടയാണ് ഇവിടെ നോക്കി നിൽക്കുന്നത്. ഏതായാലും മത്സരിച്ച് ഈ ശിവൻകുട്ടിയുടെയൊക്കെ ഒരു മികവ് കൊണ്ട്, വലിയ വിവരം കൊണ്ട്, വലിയ വിദ്യാഭ്യാസം കൊണ്ട് വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസമൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്താലും അവസാനം മുട്ടുമടക്കലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. യുവമോർച്ചയ്ക്ക് മുന്നിലാണ് ഇപ്പോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, വലിയ വീരവാദമൊക്കെ അടിച്ച വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോ മുട്ട് കൊത്തിയിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് കേരളത്തിലെ ഈ പറയുന്ന ഇടതിനും വലതിനൊക്കെ സഹിക്കാൻ സാധിക്കുക?